കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള സെഷൻസ് കോടതി. സമയം രാവിലെ 8 മണി കഴിഞ്ഞതേയുള്ളൂ. പക്ഷേ നഗരം അതിന്റെ പതിവ് തിരക്കുകളിലേക്ക് ആഴ്ന്നു കഴിഞ്ഞിരുന്നു. കറുത്ത കോട്ടിട്ട അഭിഭാഷകരും ഫയലുകൾ നെഞ്ചോട് ചേർത്ത് നീതിക്കായി കാത്തിരിക്കുന്ന സാധാരണക്കാരും യൂണിഫോം അണിഞ്ഞ പോലീസുകാരും ചേർന്ന് ആ പ്രദേശം ഒരു ജനസമുദ്രമായി മാറിയിരിക്കുന്നു. അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന വാഹനങ്ങളുടെ ഹോൺ ശബ്ദങ്ങളും ജനക്കൂട്ടത്തിന്റെ സംസാരവും ചേർന്ന് അവിടെ വലിയ ശബ്ദകോലാഹലം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ബഹളങ്ങൾക്കിടയിലൂടെയാണ് പ്രശസ്ത ജഡ്ജി ജസ്റ്റിസ് ആനന്ദവർമ്മയുടെ കാർ കോടതിയുടെ പ്രധാന കവാടത്തിന് മുന്നിലെത്തിയത്. 52-കാരനായ ജസ്റ്റിസ് ആനന്ദവർമ്മ ആ കോടതിയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തികളിൽ ഒരാളായിരുന്നു. നീണ്ട 25 വർഷത്തെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് കേസുകളിലാണ് അദ്ദേഹം വിധി പ്രസ്താവിച്ചത്. മുഖത്തെ കാർക്കശ്യവും കണ്ണുകളുടെ തീക്ഷ്ണതയും കണ്ടാൽ ഒരു കർക്കശക്കാരനാണെന്ന് തോന്നുമെങ്കിലും ഉള്ളുകൊണ്ട് അദ്ദേഹം അങ്ങേയറ്റം ദയാലുവായ മനുഷ്യനായിരുന്നു. കാറിൽ നിന്നിറങ്ങി തൻ്റെ ഔദ്യോഗിക വസ്ത്രങ്ങൾ ഒന്ന് ക്രമീകരിച്ച ശേഷം അദ്ദേഹം കോടതിയുടെ പടവുകൾ കയറാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ഫയലുകൾ അടുക്കി വയ്ക്കുന്നതിനിടയിൽ ഒരു അശ്രദ്ധ കൊണ്ട് അപ്രതീക്ഷിതമായാണ് അത് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലിരുന്ന ആ കറുപ്പ് നിറത്തിലുള്ള പേഴ്സ് പടവുകളിൽ തട്ടി താഴേക്ക് വീണു. തിരക്കിനിടയിൽ ആ പേഴ്സ് വീണ ശബ്ദം ആരും കേട്ടില്ല. ജസ്റ്റിസ് ആനന്ദവർമ്മ തൻ്റെ ചിന്തകളിൽ മുഴുകി മുന്നോട്ട് നീങ്ങി. ആ പടവുകളുടെ തൊട്ടടുത്ത് തന്നെയാണ് 16 വയസ്സുകാരനായ കാശിയുടെ ചെറിയ നാരങ്ങ വെള്ളം നിൽക്കുന്ന വണ്ടി. കട എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഒരു ചെറിയ തടിമേശയും അതിനു മുകളിൽ നിരത്തി വെച്ചിരിക്കുന്ന നാരങ്ങകളും ഗ്ലാസുകളും മാത്രമാണ് അവൻ്റെ ലോകം. പഴകിയ വസ്ത്രങ്ങളും പൊടി പിടിച്ച മുഖവുമാണെങ്കിലും അവൻ്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. രാവിലെ 8 മണിക്ക് തുടങ്ങുന്നതാണ് അവൻ്റെ കച്ചവടം. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന് 15 രൂപ നിരക്കിൽ വിറ്റ് ദിവസവും മുഴുവൻ കഠിനാധ്വാനം ചെയ്താൽ കിട്ടുന്ന 200-300 രൂപയാണ് അവൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. ജഡ്ജി പോയ വഴിയിൽ വീണു കിടന്ന പേഴ്സ് കാശിയുടെ കണ്ണുകളിൽ ഉടക്കി. അവൻ സാവധാനം അടുത്തു ചെന്ന് കയ്യിലെടുത്തു. പേഴ്സ് തുറന്ന് നോക്കിയ കാശി ശരിക്കും ഞെട്ടിപ്പോയി. കുറച്ചധികം രൂപ, സ്വർണ്ണ നിറത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ, പാൻ കാർഡ്, തിരിച്ചറിയൽ രേഖകൾ. ഇത്രയും പണം അവൻ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. സ്വപ്നത്തിൽ പോലും കാണാത്ത ആ തുക കണ്ട് അവൻ്റെ മനസ്സ് ഒരു വലിയ സംഘർഷത്തിലൂടെ കടന്നുപോയി. കാശിയുടെ വീടിൻ്റെ അവസ്ഥ അത്രമേൽ ദയനീയമായിരുന്നു. അവൻ്റെ അമ്മ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഗുരുതരമായ അസുഖം ബാധിച്ച് കിടപ്പിലാണ്. ശ്വാസകോശത്തിലെ അണുബാധ കാരണം അവർക്ക് ശ്വസിക്കാൻ പോലും പ്രയാസമാണ്. ഡോക്ടർ നിർദ്ദേശിച്ച വില കൂടിയ മരുന്നുകൾ വാങ്ങാൻ പണമില്ലാതെ അവൻ പതറി നിൽക്കുകയായിരുന്നു. വീട്ടുവാടക 3 മാസമായി കുടിശ്ശികയാണ്. അനിയത്തിയുടെ സ്കൂൾ ഫീസ് അടയ്ക്കാത്തതിനാൽ അവളെ സ്കൂളിൽ നിന്നും പുറത്താക്കുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. കയ്യിലിരിക്കുന്ന ഈ പേഴ്സിലെ കുറച്ച് നോട്ടുകൾ മതി അവൻ്റെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ. ഇത് ആരും കണ്ടില്ലല്ലോ. അവൻ്റെ ഉള്ളിലെ ഒരു സംശയം മന്ത്രിച്ചു. ആ പണമെടുത്ത് പോക്കറ്റിലിട്ടാൽ ആരും അറിയാൻ പോകുന്നില്ല. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൻ്റെ അമ്മയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. ദാരിദ്ര്യത്തിൻ്റെ കയ്പുനീർ കുടിക്കുമ്പോഴും അവർ അവനെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. മോനെ, എത്ര വിശന്നാലും മറ്റൊരാളുടെ അവകാശം നിന്റേതല്ല എന്ന് കരുതുക. അധ്വാനിച്ച് നേടുന്നതിൽ ഐശ്വര്യമുള്ളൂ. സത്യസന്ധതയാണ് ഏറ്റവും വലിയ സ്വത്ത്. അമ്മയുടെ ആ വാക്കുകൾ അവൻ്റെ കാതുകളിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി. അവൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന നാരങ്ങ വെള്ളം വിൽക്കുന്ന ഗ്ലാസുകൾ സാവധാനം താഴെ വെച്ചു. പേഴ്സ് മുറുകെ പിടിച്ചു. കോടതിയുടെ ഉള്ളിലേക്ക് ഓടി. സെക്യൂരിറ്റി ജീവനക്കാർ അവനെ തടയാൻ ശ്രമിച്ചു. എടാ, എങ്ങോട്ടാ നീ ഓടുന്നത്? ഇത് നിനക്കുള്ള സ്ഥലമല്ല. അവർ അവനെ പിടിച്ചു മാറ്റാൻ നോക്കി. പക്ഷേ കാശി തളർന്നില്ല. സാർ, ആ വലിയ ജഡ്ജി സാറിൻ്റെ പേഴ്സ് വീണുപോയി. അത് കൊടുക്കാനാണ്, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ശബ്ദം കേട്ട് ജസ്റ്റിസ് ആനന്ദവർമ്മ തിരിഞ്ഞു നോക്കി. തൻ്റെ മുന്നിൽ കിതച്ചു നിൽക്കുന്ന ആ ബാലനെ അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി. കാശി വിറയ്ക്കുന്ന കൈകളോടെ പേഴ്സ് അദ്ദേഹത്തിന് നേരെ നീട്ടി. സാർ, പടവുകളിൽ ഇത് വീണുപോയിരുന്നു. ജഡ്ജി തൻ്റെ പോക്കറ്റിൽ തൊട്ടു നോക്കി. പേഴ്സ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അത് വാങ്ങി തുറന്നു പരിശോധിച്ചു. 1 രൂപ പോലും അതിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. ഇത്രയധികം രൂപയുണ്ടായിട്ടും ഒരു നിമിഷം പോലെ പതറാതെ അത് തിരികെ എത്തിച്ച ആ കുട്ടി അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചു. ചുറ്റും കൂടിയ വക്കീലന്മാരും പോലീസുകാരും വിശ്വസിക്കാനാവാതെ ആ പാവപ്പെട്ട കുട്ടിയെ നോക്കി നിന്നു. ജഡ്ജി തൻ്റെ പഴയ പേഴ്സിൽ നിന്നും ഒരു 500 രൂപ നോട്ടെടുത്ത് കാശിക്ക് നേരെ നീട്ടി. അത് അവൻ സ്നേഹപൂർവ്വം നിരസിച്ചു. കൈകൾ കൂപ്പി പറഞ്ഞു, വേണ്ട സാർ, ഇതെൻ്റെ കടമയാണ്. മറ്റൊരാളുടെ സാധനം ഉടമസ്ഥന് തിരികെ നൽകുന്നതിന് എനിക്ക് പ്രതിഫലം വേണ്ട. എൻ്റെ അമ്മ പഠിപ്പിച്ചത് അതാണ്.
ആ മറുപടി കേട്ട് ജസ്റ്റിസ് അനന്തവർമ്മ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. വലിയ കോടതികളിൽ നീതിക്കായി വാദിക്കുന്ന പ്രഗത്ഭരായ മനുഷ്യർ പോലും പലപ്പോഴും സത്യത്തിന് വിലപേശാറുണ്ട്. എന്നാൽ ഈ ചെറിയ കുട്ടി നൽകിയ പാഠം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. കാശി പതുക്കെ തന്റെ കടയിലേക്ക് നടന്നുപോയി. അവന്റെ പോക്കറ്റിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കാം. പക്ഷേ അവന്റെ മനസ്സ് നിറയെ ഒരു വലിയ സംതൃപ്തിയായിരുന്നു. വിധിയുടെ വിളയാട്ടം അവിടെ അവസാനിക്കുന്നില്ലായിരുന്നു. സത്യസന്ധതയുടെ ആ പാഠം അവനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ കാശി അറിഞ്ഞിരുന്നില്ല. ദിവസങ്ങൾ പിന്നിട്ടു. ജസ്റ്റിസ് അനന്തവർമ്മയുടെ മനസ്സിൽ ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചിരി മായാതെ നിന്നു. എന്നാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കാശിയെ കാത്തിരുന്നത് മറ്റൊരു അഗ്നിപരീക്ഷയായിരുന്നു. അടുത്ത ദിവസം കോടതി നടപടികൾ തുടങ്ങാനിരിക്കെ 2 പോലീസുകാർ ഒരു ആൺകുട്ടിയെ ബലമായി കോടതിക്കുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത് ജസ്റ്റിസ് വർമ്മ കണ്ടു. പൊടിയും അഴുക്കും പുരണ്ട വസ്ത്രങ്ങളുമായി തല താഴ്ത്തി നിൽക്കുന്ന ആ കുട്ടിയെ കണ്ട ജഡ്ജി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അനന്തവർമ്മൻ കസേരയിൽ നിന്നൊന്ന് നിവർന്നിരുന്നു. ഇത് അവൻ തന്നെയല്ലേ? അദ്ദേഹം സ്വയം ചോദിച്ചു. തലേ ദിവസം തൻ്റെ വിലപിടിപ്പുള്ള രേഖകളും കുറച്ചധികം രൂപയുമായി യാതൊരു മടിയും കൂടാതെ തൻ്റെ കയ്യിലേൽപ്പിച്ച അതേ സത്യസന്ധനായ കുട്ടി. കാശിയുടെ കരച്ചിൽ ആ കോടതി മുറിയിൽ ആകെ പ്രതിധ്വനിച്ചു. സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കള്ളനല്ല. അവൻ്റെ വാക്കുകൾ വേദനയോടെ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. അവൻ്റെ കണ്ണുകൾ ജഡ്ജിയുടെ കണ്ണുകളുമായി ഉടക്കി. ആ നോട്ടത്തിൽ ഒരു തരം നിസ്സഹായതയും നീതിക്ക് വേണ്ടിയുള്ള ദാഹവും ഉണ്ടായിരുന്നു. കോടതിയിലെ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ചിലർ പരിഹാസത്തോടെ അവനെ നോക്കി. ഈ പാവപ്പെട്ടന്മാരൊക്കെ ഇങ്ങനെയാണ്, അവസരം കിട്ടുമ്പോൾ അവരുടെ സ്വഭാവം മാറും. ആരോ അടക്കം പറയുന്നത് ജഡ്ജിയുടെ കാതുകളിൽ പതിച്ചു. ജസ്റ്റിസ് അനന്തവർമ്മൻ സാവധാനം തൻ്റെ കണ്ണട ശരിയാക്കി ഫയലിലേക്ക് നോക്കി. പ്രോസിക്യൂഷൻ റിപ്പോർട്ട് പ്രകാരം കാശിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കടുത്ത മോഷണക്കുറ്റമാണ്. നഗരത്തിലെ പ്രമുഖ വ്യവസായിയായ ഗിരിധരന്റെ വീട്ടിൽ പാത്രം കഴുകാനും മറ്റു ജോലികൾക്കുമായി പോയിരുന്ന കാശി അവിടുത്തെ അലമാരയിൽ നിന്ന് 1 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നായിരുന്നു പോലീസ് കേസ്. ഇൻസ്പെക്ടർ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. പ്രതി കാശി കഴിഞ്ഞ 3 മാസമായി ഗിരിധരന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവൻ അറിയാമായിരുന്നു. വീട്ടുകാർ പുറത്തുപോയ സമയം നോക്കി ഇവൻ അലമാരയുടെ പൂട്ട് പൊളിച്ച് പണം കൈക്കലാക്കി. ഇൻസ്പെക്ടറുടെ വാക്കുകൾ കേട്ട് കാശി തല താഴ്ത്തി കരഞ്ഞു. എന്നാൽ ജഡ്ജിയുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു. കയ്യിൽ കെട്ടിയ 20,000-ഓളം രൂപ വേണ്ടെന്ന് വെച്ച കുട്ടി 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി മോഷ്ടിക്കുകയോ? ഇൻസ്പെക്ടർ, എന്താണ് ഇതിനുള്ള തെളിവ്? ജഡ്ജി ഗൗരവത്തിൽ ചോദിച്ചു. ഏറ്റവും വലിയ തെളിവ് ഇവന്റെ കുടിലിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കീറിപ്പറഞ്ഞ മെത്തയ്ക്കടിയിൽ നിന്ന് ഒരു കറുത്ത ബാഗ് ലഭിച്ചു. അതിനുള്ളിൽ കെട്ടഴിക്കാത്ത നിലയിൽ കൃത്യം 1 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ഇത്രയും വലിയ തുക എങ്ങനെ വരും? ഇൻസ്പെക്ടർ പരിഹാസത്തോടെ ചോദിച്ചു. കോടതിയിൽ ഉണ്ടായിരുന്ന മിക്കവർക്കും അതൊരു തീർച്ചപ്പെട്ട കേസായി തോന്നി. പണം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു തെളിവ് വേണം? ഗിരിധർ കോടതിയുടെ മുന്നിൽ വന്നു നിന്നു. വില കൂടിയ സ്യൂട്ടും കഴുത്തിൽ സ്വർണമാലയും ഇട്ട അയാൾ വലിയ അഹങ്കാരത്തോടെ സംസാരിച്ചു. ജഡ്ജി സാർ, ഞാൻ ഇവനെ ഒരു മകനെ പോലെയാണ് കണ്ടത്. എൻ്റെ വീട്ടിലെ ഇച്ചിരി പാത്രങ്ങൾ കഴുകുന്ന ഇവന് ഞാൻ മാസം ശമ്പളം കൊടുക്കാറുണ്ട്. എന്നിട്ടും ഇവൻ എൻ്റെ വിശ്വാസത്തെ വഞ്ചിച്ചു. ഇവനെ കഠിനമായി ശിക്ഷിക്കണം. ഗിരിധരൻ്റെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞിരുന്നു. ജസ്റ്റിസ് വർമ്മ കാശിയെ നോക്കി. കാശി, നിനക്ക് എന്താണ് പറയാനുള്ളത്? കാശി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. സർ, ആ പണം എങ്ങനെ എൻ്റെ കുടിയിൽ വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ആ ബാഗ് കണ്ടിട്ട് പോലുമില്ല. ഞാൻ മോഷണം നടത്തിയിട്ടുമില്ല സർ. അങ്ങേക്ക് എന്നെ അറിയില്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അങ്ങയുടെ പേഴ്സ് ഞാൻ തിരികെ തന്നതല്ലേ? കാശിയുടെ ആ ചോദ്യം കോടതി മുറിയിൽ വലിയൊരു നിശബ്ദത ഉണ്ടാക്കി. ആ സത്യം അവിടെയുള്ള മറ്റാരും അറിഞ്ഞിരുന്നില്ല. ജഡ്ജി തൻ്റെ വിരലുകൾ കൊണ്ട് മേശപ്പുറത്ത് താളം പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നീതിബോധം മന്ത്രിച്ചു. ഈ കേസിൽ എന്തോ വലിയ ചതി നടന്നിട്ടുണ്ട്. ഇത്രയും വലിയ തുക മോഷ്ടിക്കാൻ ഒരാൾ, അതും സ്വന്തം വീട്ടിൽ തന്നെ ഒളിപ്പിക്കാൻ മാത്രം വിഡ്ഢിയാകുമോ? അത് പോലീസിന് എളുപ്പത്തിൽ കണ്ടെത്താവുന്ന രീതിയിൽ. കൂടാതെ കാശിയുടെ കുടുംബ സാഹചര്യം ജഡ്ജിക്ക് അറിയാമായിരുന്നു. അമ്മയുടെ ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുന്ന ആ കുട്ടി മോഷണം നടത്തിയിരുന്നെങ്കിൽ ആ പണം അമ്മയുടെ ചികിത്സയ്ക്കായി ഉടനടി ഉപയോഗിക്കുമായിരുന്നല്ലോ. എന്തിനാണ് അവൻ അത് മെത്തയ്ക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചത്? 1 ലക്ഷം രൂപയേക്കാൾ 10 ഇരട്ടി മൂല്യമുള്ള സാധനങ്ങൾ തനിക്ക് തിരികെ നൽകിയ ആ കൊച്ചു ബാലൻ കുറ്റക്കാരനാകാൻ സാധ്യതയില്ലെന്ന് ജഡ്ജി ഉറപ്പിച്ചു. പക്ഷേ നിയമം തെളിവുകളെയാണ് വിശ്വസിക്കുന്നത്. കോടതിക്ക് ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല. ജസ്റ്റിസ് വർമ്മയുടെ വാക്കുകൾ കോടതി മുറിയിൽ പ്രകമ്പനം കൊള്ളിച്ചു. ഗിരിധരനും ഇൻസ്പെക്ടറും ഞെട്ടിപ്പോയി. 1 ലക്ഷം രൂപ മോഷ്ടിച്ച ഒരാൾ അത് ഒരിടത്തും ചെലവാക്കാതെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുന്നു എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതിനാൽ ഈ കേസ് പുനരന്വേഷിക്കാൻ ഞാൻ ഉത്തരവിടുന്നു. ജഡ്ജി തുടർന്നു.
2 ദിവസത്തിനുള്ളിൽ ഈ പണം എങ്ങനെ കാശിയുടെ വീട്ടിലെത്തി എന്നതിനെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് ഹാജരാക്കണം. അതുവരെ കാശിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നു. എന്നാൽ അവനെ മർദ്ദിക്കാനോ പീഡിപ്പിക്കാനോ പാടില്ല. ഗിരിധരൻ എന്തോ പറയാനൊരുങ്ങിയെങ്കിലും ജഡ്ജിയുടെ ഗൗരവമായ നോട്ടം അവനെ നിശബ്ദനാക്കി. കാശിയെ പോലീസ് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവന്റെ കണ്ണുകളിൽ ജഡ്ജിയോടുള്ള നന്ദി പ്രകടമായിരുന്നു. എന്നാൽ അവന്റെ മനസ്സിൽ ഒരു വലിയ ചോദ്യം ബാക്കിയായിരുന്നു. തന്റെ വീട്ടിൽ താൻ അറിയാതെ ആ പണം എങ്ങനെ വന്നു? ആ ചതിക്ക് പിന്നിൽ ആരാണ്? നീതിയുടെ പോരാട്ടം ഇവിടെ തുടങ്ങുകയായിരുന്നു. ലക്ഷ്യങ്ങൾ കണ്ടിട്ടും മനസ്സ് മാറാത്ത ആ സത്യസന്ധനായ കുട്ടിയെ കൊടുക്കാൻ ശ്രമിച്ച അദൃശ്യ ശക്തികൾ ആരാണെന്ന് കണ്ടെത്തേണ്ടത് ജസ്റ്റിസ് വർമ്മയുടെയും കൂടി ആവശ്യമായി മാറി. ജസ്റ്റിസ് വർമ്മയുടെ ഉത്തരവ് ഇൻസ്പെക്ടർക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. സാധാരണഗതിയിൽ ഒരു പാവപ്പെട്ട കുട്ടിക്കെതിരെ തെളിവ് ലഭിച്ചാൽ പോലീസ് കൂടുതലൊന്നും അന്വേഷണത്തിന് മുതിരാറില്ല. എന്നാൽ ജഡ്ജിയുടെ ഉറച്ച നിലപാട് ഇൻസ്പെക്ടറെ ചിന്തിപ്പിച്ചു. മോഷണം നടന്നു എന്ന് പറയപ്പെടുന്ന ഗിരിധരന്റെ ബംഗ്ലാവിലേക്ക് ഇൻസ്പെക്ടറും സംഘവും പുറപ്പെട്ടു. നഗരത്തിലെ തിരക്കേറിയ ചേരികൾക്കപ്പുറം തലയുയർത്തി നിൽക്കുന്ന ആഡംബര വീട്. അവിടെയാണ് കാശി പാത്രങ്ങൾ കഴുകാനും വീട് വൃത്തിയാക്കാനും പോയിരുന്നത്. ഗിരിധരന്റെ വീട്ടിലെത്തിയ ഇൻസ്പെക്ടർ ആദ്യം കണ്ടത് അവിടുത്തെ വിസ്താരമേറിയ മുറികളും വില കൂടിയ ഫർണിച്ചറുകളുമാണ്. 1,00,000 രൂപ എന്നത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകും. ഇൻസ്പെക്ടർ ആദ്യം ഗിരിധരന്റെ ഭാര്യയെയും അവിടെയുള്ള മറ്റു ജോലിക്കാരെയും ചോദ്യം ചെയ്തു. കാശി വളരെ നല്ല കുട്ടിയായിരുന്നു സാർ. അവൻ ഒരു ഗ്ലാസ് വെള്ളം പോലും അനുവാദമില്ലാതെ എടുക്കാറില്ല, അവിടുത്തെ പ്രായമായ പാചകക്കാരൻ വിതുമ്പലോടെ പറഞ്ഞു. ജോലിക്കാർക്കിടയിൽ കാശിയെക്കുറിച്ച് ആർക്കും മോശം അഭിപ്രായമില്ലായിരുന്നു. അത് ഇൻസ്പെക്ടറുടെ സംശയം വർദ്ധിപ്പിച്ചു. തുടർന്ന് ഇൻസ്പെക്ടർ ഗിരിധരന്റെ 18 വയസ്സുകാരനായ മകൻ കിരണിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. കിരൺ തന്റെ മുറിയിൽ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസിനെ കണ്ടപ്പോൾ അവന്റെ മുഖത്ത് ഒരു തരം അസ്വസ്ഥത പ്രകടമായി. കിരണിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച ഇൻസ്പെക്ടർ അവന്റെ മുറിയിലേക്ക് കയറി. ആധുനികമായ സജ്ജീകരണങ്ങളുള്ള ആ മുറിയിൽ ഒരു സാധാരണ കൗമാരക്കാരന് വേണ്ടതിലധികം ആഡംബരങ്ങളുണ്ട്. കിരൺ, മോഷണം നടന്ന ദിവസം നീ എവിടെയായിരുന്നു? ഇൻസ്പെക്ടർ ശാന്തമായി ചോദിച്ചു. ഞാൻ സ്കൂളിലായിരുന്നു. അല്ല, വീട്ടിലായിരുന്നു സാർ. എനിക്ക് ഓർമ്മയില്ല. കിരണിന്റെ വാക്കുകൾ പരസ്പര വിരുദ്ധമായിരുന്നു. അവന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിയുന്നത് ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചു. അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഗിരിധരന്റെ വീടിന് പുറകുവശത്തെ ഗാരേജിൽ പുത്തൻ കറുത്ത പുതപ്പിട്ട മൂടിയ ഒരു വസ്തു ഇൻസ്പെക്ടറുടെ കണ്ണിൽപ്പെട്ടു. അത് പൊക്കി നോക്കിയ പോലീസുകാർ ഞെട്ടിപ്പോയി. ഒരു പുത്തൻ സ്പോർട്സ് ബൈക്ക്. ഏകദേശം 1,00,000 രൂപയോളം വില വരുന്ന ആ ബൈക്കിനെ കുറിച്ച് ഗിരിധരനോട് ചോദിച്ചപ്പോൾ അയാൾക്ക് അറിയില്ലായിരുന്നു. കിരൺ ബൈക്ക് വേണമെന്ന് കുറേ നാളായി വാശി പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 18 വയസ്സ് കഴിയാതെ വാങ്ങിത്തരില്ലെന്ന് ഞാൻ കർശനമായി പറഞ്ഞിരുന്നു, ഗിരിധരൻ പറഞ്ഞു. ഇവിടെയാണ് ഇൻസ്പെക്ടർക്ക് കേസിലെ നൂലാമലകൾ പിടികിട്ടിയത്. കിരണിനെ അദ്ദേഹം പ്രത്യേകമായി ഒന്നും കൂടി ചോദ്യം ചെയ്തു. കിരൺ, നിന്റെ വീട്ടിൽ പണം നഷ്ടപ്പെട്ട അതേ ദിവസം തന്നെ ഈ പുതിയ ബൈക്ക് എങ്ങനെ ഇവിടെ വന്നു? നിനക്ക് ഇതിനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇൻസ്പെക്ടറിന്റെ കർക്കശമായ ശബ്ദം കേട്ട് കിരൺ ആകെ തകർന്നുപോയി. പണവും അധികാരവും നൽകിയ ആത്മവിശ്വാസം ആ നിമിഷം അവനിൽ നിന്ന് ചോർന്നുപോയി. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സത്യം വിളിച്ചു പറഞ്ഞു. സാർ, എന്നെ ഒന്നും ചെയ്യരുത്. ആ പണം ഞാനാണ് എടുത്തത്. ഗിരിധരനും ഭാര്യയും സ്തംഭിച്ചുപോയി. കിരൺ വിതുമ്പലോടെ പറഞ്ഞു. എനിക്ക് ആ ബൈക്ക് വേണമായിരുന്നു. കൂട്ടുകാരുടെ ഇടയിൽ എനിക്ക് അന്തസ്സ് കുറയുമെന്ന് ഞാൻ ഭയന്നു. അച്ഛൻ പണം നൽകില്ലെന്ന് ഉറപ്പായപ്പോൾ അലമാരയുടെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉപയോഗിച്ച് ഞാൻ 1,00,000 രൂപ മോഷ്ടിച്ചു. പക്ഷേ അച്ഛൻ പണം നഷ്ടപ്പെട്ട വിവരം പോലീസിൽ അറിയിച്ചപ്പോൾ ഞാൻ ഭയന്നുപോയി. അന്വേഷണം എന്നിലേക്ക് എത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. തുടർന്നാണ് കിരൺ ആ ക്രൂരമായ ബുദ്ധി ഉപയോഗിച്ചത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ താൻ ചെയ്ത തെറ്റ് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ അവൻ തീരുമാനിച്ചു. വീട്ടിൽ ആരുമില്ലായിരുന്ന സമയം നോക്കി ബാക്കി വന്ന പണവും ബൈക്കിന്റെ രേഖകളും ഒരു കറുത്ത ബാഗിലാക്കി അവൻ കാശിയുടെ ചേരിയിലെത്തി. കാശിയും അമ്മയും ആശുപത്രിയിൽ പോയ സമയം നോക്കി ആ ബാഗ് അവരുടെ മെത്തയ്ക്കടിയിൽ തിരുകി വെച്ചു. അവനുണ്ടാക്കിയ ഒരു കള്ളക്കഥ വിശ്വസിക്കാൻ, ഒരു പാവപ്പെട്ട ജീവിതം ബലി കൊടുക്കാൻ ആ കുട്ടിക്ക് ഒരു മടിയും തോന്നിയില്ല. ഗിരിധരന്റെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പാറി. സ്വന്തം മകൻ ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. നീ എന്തിനാണ് കാശി ഇതിലേക്ക് വലിച്ചിഴച്ചത്? അവൻ നമുക്ക് എത്രമാത്രം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്? ഗിരിധരൻ മകനോട് ആക്രോശിച്ചു. എന്നാൽ ആ ചോദ്യത്തിന് കിരണിന്റെ പക്കൽ മറുപടിയില്ലായിരുന്നു. താൻ പിടിക്കപ്പെടാതിരിക്കാൻ ഒരു എളുപ്പവഴിയായി അവൻ കണ്ടത് കാശിയെയാണ്. കാരണം ഒരു പാവപ്പെട്ടവൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കും.
ഇൻസ്പെക്ടർ കിരണിന്റെ കുറ്റസമ്മതം റെക്കോർഡ് ചെയ്തു. അഹങ്കാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും പേരിൽ ഒരു പാവപ്പെട്ട കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ച ആ ആഡംബര ജീവിതത്തിന്റെ പൊള്ളത്തരം അവിടെ വെളിവാക്കപ്പെട്ടു. മിസ്റ്റർ ഗിരിധർ, നിങ്ങളുടെ മകൻ ചെയ്തത് വെറും ഒരു മോഷണമല്ല, ഒരു നിരപരാധിയെ കുടുക്കാൻ ശ്രമിച്ച വലിയൊരു കുറ്റമാണ്, ഇൻസ്പെക്ടർ ഗൗരവത്തോടെ പറഞ്ഞു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കാശിക്കെതിരെ പരിഹസിച്ചവരും അവനെ കള്ളനെന്ന് വിളിച്ചവരും ലജ്ജിച്ച് തല താഴ്ത്തി. ഒരു കുട്ടി തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഷ്ടപ്പെടുമ്പോൾ മറ്റൊരു കുട്ടി തൻ്റെ ആഡംബരത്തിനു വേണ്ടി ആ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഗിരിധരൻ്റെ വീടിന് പുറത്ത് മാധ്യമപ്രവർത്തകർ തടിച്ചുകൂടി. എന്നാൽ ഇൻസ്പെക്ടറുടെ ചിന്ത മുഴുവൻ കോടതിയിലിരിക്കുന്ന ആ ചെറിയ ആൺകുട്ടിയെക്കുറിച്ചായിരുന്നു. സത്യം തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ കാശിയുടെ മനസ്സിനേറ്റ മുറിവ് ആരുണക്കും? മനുഷ്യന്റെ ക്രൂരതയ്ക്ക് അതിരുകളില്ലെന്ന് ഈ സംഭവം തെളിയിച്ചു. പണം കൈവശമുള്ളവർക്ക് നീതി വിലക്കി വാങ്ങാം എന്ന തെറ്റായ ചിന്താഗതിക്ക് ജസ്റ്റിസ് വർമ്മയും ഇൻസ്പെക്ടറുടെയും ഇടപെടൽ ഒരു തിരിച്ചടിയായി. പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇൻസ്പെക്ടറുടെ ഉള്ളിൽ കാശിയുടെ നിഷ്കളങ്കമായ മുഖം തെളിഞ്ഞു വന്നു. സത്യം എപ്പോഴും വിജയിക്കുമെന്ന ആ പാഠം ആ ചെറിയ കുട്ടിയിലൂടെ ലോകം അറിയാൻ പോകുന്നു. അങ്ങനെ കാശിയുടെ ജീവിതത്തിലെ കറുത്ത മേഘങ്ങൾ നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. 2 ദിവസത്തെ പിരിമുറുക്കത്തിന് ശേഷം കോടതിയിലെ 5-ാം നമ്പർ മുറിയിൽ വീണ്ടും സജീവമായി. കഴിഞ്ഞ തവണ കാശിയെ കള്ളനെന്ന് പറഞ്ഞ് മുദ്രകുത്തി പരിഹസിച്ചവരുടെ കണ്ണുകളിൽ ഇന്ന് ആകാംക്ഷയായിരുന്നു. കറുത്ത ഗൗണിട്ട വക്കീലന്മാരും മാധ്യമപ്രവർത്തകരും തിങ്ങി നിറഞ്ഞ ആ മുറിയിൽ ഒരു വലിയ നിശബ്ദത തളം കെട്ടി നിന്നു. ജസ്റ്റിസ് ആനന്ദവർമ്മ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പതിവിലും കവിഞ്ഞ ഒരു ഗൗരവം പ്രകടമായിരുന്നു. പോലീസ് കാവലിൽ കാശിയെ കോടതിയിൽ ഹാജരാക്കി. തലേ ദിവസങ്ങളിലെ ഉറക്കമില്ലായ്മയും മാനസിക വിഷമവും ആ കുട്ടിയുടെ മുഖത്ത് നിഴലിച്ചിരുന്നു. ജഡ്ജിയുടെ അനുവാദത്തോടെ ഇൻസ്പെക്ടർ തൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. കോടതിയിലെ ഓരോ അംഗവും ശ്വാസമടക്കി പിടിച്ചാണ് അത് കേട്ടത്. സാർ, കാശി നിരപരാധിയാണ്. ഇൻസ്പെക്ടറുടെ ആ ഒറ്റ വാചകം കോടതി മുറിയും വലിയൊരു ചലനമുണ്ടാക്കി. തുടർന്ന് കിരൺ എങ്ങനെയാണ് മോഷണം നടത്തിയതെന്നും സ്വന്തം തെറ്റുമറിക്കാൻ കാശിയെ എങ്ങനെയാണ് ചതിച്ചതെന്നും ഇൻസ്പെക്ടർ വിവരിച്ചു. കിരണിന്റെ കുറ്റസമ്മതം വഴി മോഷ്ടിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ ബൈക്കിന്റെ വിവരങ്ങളും കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. റിപ്പോർട്ട് കേട്ട ജസ്റ്റിസ് ആനന്ദവർമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അദ്ദേഹം തൻ്റെ മുന്നിലിരുന്ന ഗിരിധരനെയും മകൻ കിരണിനെയും രൂക്ഷമായി നോക്കി. കോടതിയുടെ ഒരു മൂലയിൽ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു കിരൺ. പണത്തിന്റെ അഹങ്കാരത്താൽ താൻ ചെയ്ത ക്രൂരത ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ആ കൗമാരക്കാരൻ ചിന്തിച്ചിരുന്നില്ല. കിരൺ, മുന്നോട്ട് വരൂ! ജഡ്ജിയുടെ ശബ്ദം ഇടിമുഴക്കം പോലെ ആ മുറിയിൽ മുഴങ്ങി. കിരൺ വിറച്ചുകൊണ്ട് മുന്നിൽ വന്നു നിന്നു. ജസ്റ്റിസ് ആനന്ദവർമ്മ ശാസനയോടെ പറഞ്ഞു, നിനക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടതെല്ലാം നൽകുന്നുണ്ട്. എന്നിട്ടും നീ മോഷ്ടിച്ചു. അത് പോട്ടെ എന്ന് വെക്കാം. പക്ഷേ നിന്റെ ആഡംബരത്തിനു വേണ്ടി നിരപരാധിയായ കുട്ടിയെ കൂടി കള്ളനാക്കി. നിനക്ക് എങ്ങനെ ഇത് തോന്നിയത്? ഈ കുട്ടി നിന്റെ വീട്ടിലെ പാത്രങ്ങൾ കഴുകിയും ചെറിയ കച്ചവടം നടത്തിയുമാണ് അവൻ്റെ അമ്മയെ അവൻ ചികിത്സിക്കുന്നത്. അവൻ്റെ ഏക സമ്പാദ്യമായ സത്യസന്ധതയാണ് നീ കളങ്കപ്പെടുത്തിയത്. ജഡ്ജി ഗിരിധരൻ്റെ നേരെ തിരിഞ്ഞു. മിസ്റ്റർ ഗിരിധർ, മക്കൾക്ക് പണം നൽകിയാൽ മാത്രം പോരാ, അവർക്ക് സംസ്കാരം കൂടി നൽകണം. ഒരു നിരപരാധിയെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ച നിങ്ങളുടെ മകൻ്റെ പ്രവൃത്തി മാപ്പ് അർഹിക്കാത്തതാണ്. കാശിക്കെതിരെ നിങ്ങൾ നൽകിയ പരാതി ഞാൻ റദ്ദാക്കുന്നു. കാശിയെ ഈ നിമിഷം മുതൽ എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിമുക്തനാക്കി വിട്ടയക്കാൻ ഞാൻ ഉത്തരവിടുന്നു. കോടതിയിലാകെ കരഘോഷം ഒഴുകി. കാശിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. അത് വേദനയുടെ കണ്ണുനീരായിരുന്നില്ല, മറിച്ച് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കണ്ണുനീരായിരുന്നു. ലോകം മുഴുവൻ തന്നെ കള്ളനെന്ന് വിളിച്ചപ്പോഴും നീതി നടപ്പിലാക്കാൻ ഒരാളുണ്ടായല്ലോ എന്ന നന്ദി അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. ജസ്റ്റിസ് വർമ്മ കാശിയുടെ അവൻ്റെ ചുമലിൽ കൈവച്ചു. അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു, മോനെ, നീതിപീഠത്തിന് മുൻപിൽ തോൽക്കില്ല. നിന്റെ സത്യസന്ധതയാണ് നിന്നെ ഇന്ന് രക്ഷിച്ചത്. ഇന്നലെ നീ എനിക്ക് തിരികെ നൽകിയ ആ പേഴ്സിനേക്കാൾ തിളക്കമുണ്ട് ഇന്ന് നിന്റെ ഈ കണ്ണീരിന്. അതേസമയം ഗിരിധർ ആകെ തകർന്നു പോയിരുന്നു. മകൻ ചെയ്ത ക്രൂരത തൻ്റെ കുടുംബത്തിൻ്റെ പേര് നശിപ്പിച്ചു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം കാശിയുടെ അടുത്ത് ചെന്ന് കൈകൾ കൂപ്പി. മോനെ, എന്നോട് ക്ഷമിക്കണം. നിന്റെ ആത്മാർത്ഥത കാണാൻ എനിക്ക് സാധിച്ചില്ല. എൻ്റെ മകൻ ചെയ്ത വലിയ തെറ്റിന് പകരമായി ഒന്നും നൽകാൻ എനിക്ക് കഴിയില്ല. എങ്കിലും ഇതൊരു ചെറിയ സഹായമായി കരുതണം. ഗിരിധർ കാശിക്ക് നേരെ 50,000 രൂപയുടെ ചെക്ക് നീട്ടി. ജഡ്ജിയുടെ ഉത്തരവ് പ്രകാരം കാശിക്കുണ്ടായ മാനഹാനിക്കും മാനസിക വിഷമത്തിനുമുള്ള നഷ്ടപരിഹാരമായിരുന്നു അത്. എന്നാൽ കാശി ആ ചെക്ക് വാങ്ങാൻ മടിച്ചു.
അവൻ വിനയത്തോടെ ജഡ്ജിയെ നോക്കി. ജഡ്ജി തലയാട്ടി സമ്മതം നൽകിയപ്പോൾ കാശി അത് വാങ്ങി. എന്നിട്ട് ഗിരിധരനെ നോക്കി പറഞ്ഞു, അങ്കിൾ, എനിക്ക് ആരോടും പകയില്ല. സത്യം തെളിഞ്ഞല്ലോ, എനിക്കത് മതി. പണമല്ല എനിക്ക് പ്രധാനം. എൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ കള്ളനല്ല എന്ന് തെളിഞ്ഞതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കിരൺ ചേട്ടനെ ഇനി ശരിക്കുള്ള വഴിയിലൂടെ നടത്തണം. ചതിയിലൂടെ നേടുന്നതൊന്നും നിലനിൽക്കില്ലെന്ന് ചേട്ടൻ മനസ്സിലാക്കണം. കാശിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഗിരിധരൻ്റെയും കോടതിയിലുണ്ടായിരുന്നവരുടെയും കണ്ണുകൾ നിറഞ്ഞു. തന്നെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചവരോട് പോലും ക്ഷമിക്കാനുള്ള ആ വലിയ മനസ്സ് എല്ലാവരെയും അമ്പരിപ്പിച്ചു. 50,000 രൂപ തൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കുള്ള ദൈവത്തിൻ്റെ സമ്മാനമായി അവന് തോന്നി. കോടതിക്ക് പുറത്തിറങ്ങിയ കാശിയെ മാധ്യമങ്ങൾ വളഞ്ഞു. അവൻ ഒരു ഹീറോയായി മാറിയിരുന്നു. പക്ഷേ കാശിക്ക് തിരക്കുണ്ടായിരുന്നു. അവൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞ വിവരം അമ്മയെ അറിയിക്കാൻ അവൻ ഓടുകയായിരുന്നു. പാവപ്പെട്ടവൻ്റെ സത്യസന്ധതയ്ക്ക് മുന്നിൽ അധികാരവും പണവും തലകുനിച്ച ദിവസമായിരുന്നു അത്. കാശിയുടെ ജീവിതം ഇവിടെ മാറുകയാണ്. സത്യമെന്ന വെളിച്ചം അവനെ പുതിയൊരു പാതയിലേക്ക് നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ജസ്റ്റിസ് വർമ്മയുടെ ഉള്ളിൽ മറ്റൊരു ചിന്ത വളരുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയ നേരം ജസ്റ്റിസ് വർമ്മ തൻ്റെ സ്വകാര്യ ഓഫീസിലേക്ക് കാശിയെ വിളിപ്പിച്ചു. ഭയത്തോടെയും ബഹുമാനത്തോടെയും കൂടിയാണ് കാശി ആ മുറിയിലേക്ക് കടന്നു വന്നത്. വലിയ മേശയിൽ നിറയെ ഫയലുകൾ നിരത്തിവെച്ച ആ മുറി അവനെ അത്ഭുതപ്പെടുത്തി. ജഡ്ജി സ്നേഹത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇരിക്കു കാശി, അദ്ദേഹം പറഞ്ഞു. കാശി പേടിയോടെ കസേരയുടെ അറ്റത്തിരുന്നു. ജഡ്ജി അവനോട് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു തുടങ്ങി. ദാരിദ്ര്യം നിറഞ്ഞ തൻ്റെ ഭൂതകാലം കാശി വിതുമ്പലോടെ വിവരിച്ചു. 5 വർഷം മുൻപ് ഒരു അപകടത്തിൽ അച്ഛൻ മരിച്ചതും പിന്നീട് രോഗിയായ അമ്മയെയും ചെറിയ അനിയത്തിയെയും അടങ്ങുന്ന കുടുംബത്തെ നോക്കാൻ താൻ ചായ വിൽക്കാനും നാരങ്ങവെള്ളം വിൽക്കാനും ഇറങ്ങിയതും എല്ലാം അവൻ പറഞ്ഞു. എനിക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു സാർ. 10ാം ക്ലാസ് വളരെ നല്ല മാർക്കോടെയാണ് ഞാൻ പാസ്സായത്. പക്ഷേ അച്ഛൻ മരിച്ചതോടെ അമ്മയ്ക്ക് വയ്യാതായി. വാടക കൊടുക്കാനും മരുന്നിനും പണമില്ലാതെ വന്നപ്പോൾ പഠനം നിർത്തേണ്ടി വന്നു. കാശിയുടെ വാക്കുകളിൽ നഷ്ടബോധത്തിന്റെ നനവുണ്ടായിരുന്നു. കാശിയുടെ കഥ കേട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നൊന്തു. ബുദ്ധിശക്തിയും സത്യസന്ധയുമുള്ള ഈ കുട്ടി തെരുവിൽ തീരേണ്ടവനല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. കാശി, നിനക്ക് വീണ്ടും പഠിക്കണമെന്നുണ്ടോ? ജഡ്ജിയുടെ ആ ചോദ്യം കേട്ട് കാശിയുടെ കണ്ണുകൾ തിളങ്ങി. ഉണ്ട് സാർ, പക്ഷേ അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല, ജഡ്ജി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇല്ല കാശി, നിന്റെ പഠനം ഇനി മുടങ്ങില്ല. നിന്നെ വീണ്ടും സ്കൂളിൽ ചേർക്കാൻ ഞാൻ തീരുമാനിച്ചു. നിന്റെ എല്ലാ ചിലവുകളും ഇനി ഞാൻ നോക്കിക്കോളാം. കാശിക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവം അയച്ച ദൂതനെ പോലെയാണ് ജഡ്ജി തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. ജസ്റ്റിസ് ആനന്ദവർമ്മ വെറുതെ വാഗ്ദാനം നൽകുകയല്ല ചെയ്തത്. ഉടനടി അദ്ദേഹം അതിനുള്ള നടപടികൾ ആരംഭിച്ചു. കാശിയുടെ അമ്മയുടെ ചികിത്സയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പരിഗണന. നഗരത്തിലെ മികച്ച ഒരു സർക്കാർ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിക്കുകയും അവർക്കാവശ്യമായ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു. കാശിയുടെ കുടുംബം താമസിച്ചിരുന്ന ആ ഇടുങ്ങിയ ചോർന്നൊലിക്കുന്ന കുടിൽ വിട്ട് കോടതിക്ക് സമീപമുള്ള സുരക്ഷിതമായ ഒരു ചെറിയ വാടക വീട്ടിലേക്ക് അദ്ദേഹം അവരെ മാറ്റിപ്പാർപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ കാശിക്ക് ഒരു സ്വപ്നം പോലെയായിരുന്നു. നഗരത്തിലെ ഒരു മികച്ച സ്കൂളിൽ +1 ജഡ്ജി അവന് പ്രവേശനം വാങ്ങി നൽകി. പുതിയ യൂണിഫോം, തിളങ്ങുന്ന കറുത്ത ഷൂസുകൾ, പുസ്തകങ്ങൾ നിറഞ്ഞ ബാഗ്, ഇവയെല്ലാം കയ്യിൽ കിട്ടിയപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. നാളുകൾക്ക് ശേഷം അവൻ തൻ്റെ പുസ്തകങ്ങൾ കയ്യിലെടുത്തു. സ്കൂളിലെ ആദ്യ ദിവസം യാത്രയാക്കുമ്പോൾ ജസ്റ്റിസ് വർമ്മ കാശിയുടെ ചുമലിൽ കൈവച്ച് പറഞ്ഞു, മോനെ, ഈ ലോകത്ത് നിന്നെപ്പോലുള്ള സത്യസന്ധരായ ആളുകൾ കുറവാണ്. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ആയുധം. നീ നന്നായി പഠിക്കണം. നിന്നെപ്പോലെ നീതിബോധമുള്ള ഒരു തലമുറയാണ് നമ്മുടെ നാടിന് ആവശ്യം. പഴയ കാര്യങ്ങൾ നീ മറക്കുക. ഇന്നു മുതൽ നീ ഒരു പുതിയ മനുഷ്യനാണ്. കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ജഡ്ജിയുടെ പാദങ്ങൾ തൊട്ടു നമിച്ചു. സാർ, എനിക്ക് നിങ്ങൾ നൽകിയ ഈ ജീവിതം ഞാൻ ഒരിക്കലും വെറുതെയാക്കില്ല. ഞാൻ കഠിനാധ്വാനം ചെയ്യും. അവൻ വാക്ക് നൽകി ഇറങ്ങിപ്പോകുമ്പോൾ ജസ്റ്റിസ് വർമ്മ സംതൃപ്തിയോടെ നിന്നു. തൻ്റെ കരിയറിലെ ആയിരക്കണക്കിന് വിധിന്യായങ്ങളെക്കാൾ വലിയൊരു നീതി താൻ ഇന്ന് നടപ്പിലാക്കിയ എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ കാശിക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. ദീർഘകാലത്തെ പഠനവിടവ് അവനെ പിന്നിലാക്കിയിരുന്നു. സഹപാഠികൾ വലിയ വീടുകളിൽ നിന്നും കാറുകളിൽ നിന്നും വരുമ്പോൾ കാശി തൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ചോർത്ത് ചിലപ്പോൾ സങ്കടപ്പെട്ടു.
എന്നാൽ ജഡ്ജിയുടെ വാക്കുകൾ അവന് കരുത്തു നൽകി. രാത്രികളിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ അവൻ ഉറക്കമൊളിച്ചിരുന്ന് പഠിച്ചു. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെട്ടതും അനിയത്തിക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞതും അവന് വലിയ ആശ്വാസമായി. മനുഷ്യന്റെ നിശ്ചയദാർഢ്യവും ശരിയായ പിന്തുണയും ഉണ്ടെങ്കിൽ ഏതിരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാമെന്ന് കാശി തെളിയിക്കുകയായിരുന്നു. വിധി അവനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവനെ വിജയത്തിന്റെ പാതയിലേക്ക് നയിച്ചു. കാശിയുടെ പുതിയ ജീവിതം വെറുമൊരു മാറ്റമായിരുന്നില്ല, അതൊരു വലിയ വിപ്ലവത്തിന് തുടക്കമായിരുന്നു. വരാനിരിക്കുന്ന വർഷങ്ങൾ അവനെ മറ്റൊരു വലിയ പദവിയിലേക്കാണ് എത്തിക്കാൻ പോകുന്നത്. സ്കൂളിൽ ചേർന്ന ആദ്യ നാളുകൾ കാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ തൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ ജഡ്ജി സാറിനോടുള്ള കടപ്പാടും അമ്മയുടെ പ്രതീക്ഷകളും അവനെ തളരാതെ മുന്നോട്ട് നയിച്ചു. പകൽ സമയം സ്കൂളിൽ ചെലവഴിക്കുന്ന അവൻ വൈകുന്നേരങ്ങളിൽ നേരെ പോകുന്നത് ജസ്റ്റിസ് വർമ്മയുടെ അടുത്തേക്കാണ്. അവിടെ അദ്ദേഹം വലിയൊരു ലൈബ്രറി തന്നെ ഒരുക്കിയിരുന്നു. ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഫയലുകൾ അടുക്കി വയ്ക്കാനും നിയമപുസ്തകത്തിൽ നിന്ന് റെഫറൻസുകൾ കണ്ടെത്താനും കാശി അദ്ദേഹത്തെ സഹായിച്ചു. ഈ പ്രക്രിയയിലൂടെ അവൻ ഔദ്യോഗികമായി പഠിക്കുന്നതിന് മുൻപേ നിയമത്തിൻ്റെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കി. ജസ്റ്റിസ് വർമ്മ അവനെ വെറുമൊരു സഹായി ആയിട്ടല്ല, മറിച്ച് തൻ്റെ മകനെ പോലെയാണ് കണ്ടത്. പഠനകാര്യങ്ങളിൽ കാശി ഒട്ടും പിന്നിലല്ലായിരുന്നു. +1 ക്ലാസ് തുടങ്ങി അവൻ്റെ പ്രയാണം ഓരോ പരീക്ഷയിലും വലിയ നേട്ടങ്ങളോടെയാണ് അവസാനിപ്പിച്ചത്. സ്കൂളിലെ അധ്യാപകർക്കെല്ലാം കാശി പ്രിയങ്കരനായി. വിനയവും പഠിക്കാനുള്ള താല്പര്യവും അവനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി. +2-ന് ഉയർന്ന മാർക്ക് വാങ്ങി അവൻ വിജയിച്ചു. ഉപരിപഠനത്തിന് സമയമായപ്പോൾ കാശിയുടെ ചിന്തകൾ തന്നെ കള്ളനാക്കി മുദ്രകുത്താൻ ശ്രമിച്ച ആ പഴയ കോടതി മുറിയും അവിടെ തനിക്ക് രക്ഷകനായി വന്ന നീതിപീഠവും അവൻ്റെ മനസ്സിൽ മായാതെ നിന്നു. എനിക്കും ഒരു അഭിഭാഷകനാകണം, പാവപ്പെട്ടവർക്കും നിരപരാധികൾക്കും വേണ്ടി വാദിക്കണം. കാശി തൻ്റെ ആഗ്രഹം ജഡ്ജിയോട് പങ്കുവച്ചു. ജസ്റ്റിസ് വർമ്മ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. കാശി LLB തിരഞ്ഞെടുത്തു. നിയമപഠനം എന്നത് അങ്ങേയറ്റം ശ്രമകരമായിരുന്നു. വലിയ പുസ്തകങ്ങളും സങ്കീർണമായ നിയമവാചകങ്ങളും അവനെ പലപ്പോഴും തളർത്തി. ജഡ്ജി സാർ നൽകിയ തണൽ അവനെ സംരക്ഷിച്ചു. എങ്കിലും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിലും കാശി ജാഗ്രത പുലർത്തി. അവധി ദിവസങ്ങളിൽ അവൻ ചെറിയ ജോലികൾ ചെയ്ത് അമ്മയെ സഹായിച്ചു. രാത്രി വൈകി ഉറക്കമുളച്ചിരുന്ന് അവൻ നിയമപുസ്തകങ്ങൾ പഠിച്ചു. ഓരോ നിയമവും വായിക്കുമ്പോൾ അന്യായമായി ശിക്ഷിക്കപ്പെടുന്ന ആയിരക്കണക്കിന് നിരപരാധികളുടെ മുഖം അവൻ മനസ്സിലോർത്തു. പഠനകാലത്ത് കാശി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി തൻ്റെ പഴയ ഭൂതകാലമായിരുന്നു. താൻ പണ്ട് പാത്രം കഴുകിയാണ് ജീവിച്ചിരുന്നതെന്നും മോഷണക്കേസിൽ പ്രതിയായിരുന്നിട്ടുണ്ടെന്നുമുള്ള സത്യം ചില സഹപാഠികൾക്കിടയിൽ ചർച്ചയായപ്പോൾ അവൻ തളർന്നില്ല. സത്യസന്ധതയും കഠിനാധ്വാനവുമുള്ള ഒരാൾക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന ജഡ്ജി സാറിൻ്റെ ഉപദേശം അവന് കരുത്തു നൽകി. അവൻ ആ പരിഹാസങ്ങളെ തൻ്റെ വിജയങ്ങൾ കൊണ്ട് നേരിട്ടു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. കഠിനമായ പോരാട്ടത്തിനൊടുവിൽ കാശി തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. അവൻ നിയമബിരുദം ഉയർന്ന മാർക്കോടെ കരസ്ഥമാക്കി. ബിരുദദാന ചടങ്ങിൽ കറുത്ത ഗൗണണിഞ്ഞു നിൽക്കുന്ന കാശിയെ നോക്കി ജസ്റ്റിസ് വർമ്മയുടെ കണ്ണുകൾ ആനന്ദത്താൽ തിളങ്ങി. ഒരു പിതാവ് തൻ്റെ മകൻ്റെ വിജയത്തിൽ അഭിമാനിക്കുന്നത് പോലെ അദ്ദേഹം ആ നിമിഷം ആസ്വദിച്ചു. കാശി ഇപ്പോൾ നിയമത്തിൻ്റെ കാവലാളായി ഒരു അഭിഭാഷകനാണ്. തൻ്റെ ബിരുദ സർട്ടിഫിക്കറ്റ് ജഡ്ജി സാറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ കാശി വിതുമ്പിക്കൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് പടവുകളിൽ നിന്ന് നിങ്ങൾ ഉയർത്തിയ ആ തെരുവ് ബാലനാണ് നിങ്ങളുടെ മുന്നിൽ വക്കീലായി നിൽക്കുന്നത്. നിങ്ങൾ തന്ന ഈ ജീവിതം ഞാൻ നീതിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ജസ്റ്റിസ് വർമ്മ അവനെ കെട്ടിപ്പിടിച്ചു. മോനെ, നീ നിന്റെ ലക്ഷ്യത്തിൻ്റെ 1-ാം ഘട്ടം മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഇനി നിനക്കൊരു വലിയ ലോകത്തെ നേരിടാനുണ്ട്. അവിടെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനായി നീ മാറണം. അഭിഭാഷകനായി എൻറോൾ ചെയ്ത അന്ന് കാശി ഒരു പ്രതിജ്ഞ എടുത്തു. സത്യം ഒരിക്കലും തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. കാശിയുടെ അമ്മ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. അനിയത്തി കോളേജിൽ പഠിക്കുന്നു. ജീവിതത്തിലെ കറുത്ത മേഘങ്ങൾ പൂർണ്ണമായി നീങ്ങിയിരിക്കുന്നു. കാശിയുടെ ഏറ്റവും വലിയ പരീക്ഷണം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ആദ്യത്തെ കേസ് അത് അതേ കോടതി മുറിയിൽ തന്നെ ആകുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാലം അതിൻ്റെ പ്രവാഹം തുടർന്നു. വർഷങ്ങൾ ഒരു നിമിഷാർത്ഥം പോലെ കടന്നുപോയി. കൊച്ചിയിലെ സെഷൻസ് കോടതി സമുച്ചയം ഇന്നും പഴയതുപോലെ തന്നെ തിരക്ക് പിടിച്ചതാണ്. വക്കീലന്മാരുടെ കറുത്ത കോട്ടുകളും പോലീസ് വാഹനങ്ങളുടെ സൈറനുകളും നീതിക്കായി കാത്തു നിൽക്കുന്ന ജനക്കൂട്ടവും അവിടെ ഒട്ടും മാറിയിട്ടില്ല. എന്നാൽ അന്നത്തെ ദിവസം 5-ാം നമ്പർ കോടതി മുറിയിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഒരു ബാലൻ മോഷണക്കുറ്റത്തിന് പ്രതിക്കൂട്ടിൽ വിറച്ചു നിന്ന അതേ മുറി. ഇന്നവിടെ വാദഭാഗങ്ങൾ നിറുത്താൻ ഒരു പുതിയ അഭിഭാഷകൻ എത്തിയിരിക്കുന്നു. അഡ്വക്കേറ്റ് കാശി.
കറുത്ത കൂട്ടും വെളുത്ത നെക്ക് ബാൻഡും ധരിച്ച് ആത്മവിശ്വാസത്തോടെ ഫയലുകൾ കയ്യിലേന്തി നിൽക്കുന്ന കാശിയെ കണ്ടാൽ പഴയ ആ നാരങ്ങവെള്ളം വിൽക്കുന്ന പയ്യനാണെന്ന് ആരും പറയില്ല. അവൻ്റെ കണ്ണുകളിൽ ആ പഴയ നിഷ്കളങ്കത ഉണ്ടായിരുന്നുവെങ്കിലും അതിനോടൊപ്പം കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത ഒരു തീക്ഷ്ണതയും പ്രകടമായിരുന്നു. യാദൃശ്ചികമെന്ന് പറയട്ടെ, അവൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് വർമ്മയുടെ ബെഞ്ചിന് മുൻപിലായിരുന്നു. ജസ്റ്റിസ് വർമ്മ പീഠത്തിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മുടി അല്പം കൂടി നരച്ചിരിക്കുന്നു. എങ്കിലും നീതിബോധത്തിൻ്റെ ആ തിളക്കം കണ്ണുകളിൽ എന്നും ബാക്കിയുണ്ട്. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് താൻ പഠിപ്പിച്ച് വലുതാക്കിയ തൻ്റെ തണലിൽ വളർന്ന കാശിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുവെങ്കിലും ഒരു ജഡ്ജ് എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ ഗൗരവം വിട്ടില്ല. കോടതിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയായിരുന്നു. കാശിയുടെ ആദ്യത്തെ കേസ് ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരു വലിയ ഭൂമാഫിക്കെതിരെയായിരുന്നു. എതിർഭാഗത്ത് നഗരത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മുതിർന്ന അഭിഭാഷകർ അണിനിരന്നു. അവർ കാശിയെ ഒരു തുടക്കക്കാരനായിട്ടാണ് കണ്ടത്. എന്നാൽ വാദങ്ങൾ തുടങ്ങിയപ്പോൾ എല്ലാവരും അമ്പരന്നു പോയി. കാശിയുടെ ശബ്ദം ആ കോടതി മുറിയിൽ മുഴങ്ങിക്കേട്ടു. നിയമത്തിൻ്റെ ഓരോ വകുപ്പുകളും അക്കമിട്ട് നിരത്തി. തെളിവുകളുടെ പിൻബലത്തോടെ അവൻ സംസാരിച്ചു. വർഷങ്ങൾക്ക് മുൻപ് താൻ അനുഭവിച്ച അതേ അനീതി മറ്റൊരാൾക്ക് സംഭവിക്കരുത് എന്ന വാശി അവൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ആ പാവപ്പെട്ട കുടുംബത്തിന് നീതി ലഭിച്ചു. ജസ്റ്റിസ് വർമ്മ വിധി പ്രഖ്യാപിച്ചു. വിധി വന്നയുടൻ കോടതിയിൽ ഉണ്ടായിരുന്നവർ ആ യുവ അഭിഭാഷകനെ മിടുക്കനായി അഭിനന്ദിച്ചു. കാശിയുടെ ഉള്ളിൽ ഒരു വലിയ കടമ്പൽ ഇരിപ്പുകയായിരുന്നു. താൻ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് താൻ അപമാനിക്കപ്പെട്ട അതേ മുറിയിൽ വന്ന് നീതിക്ക് വേണ്ടി പോരാടി വിജയിക്കുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർജന്മമായിരുന്നു. കോടതി നടപടികൾ അവസാനിച്ച് ആളുകൾ ഓരോരുത്തരായി പുറത്തുപോയി. ജസ്റ്റിസ് വർമ്മ തൻ്റെ ചേംബറിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ കാശി സാവധാനം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു. എല്ലാവരും പോയി കഴിഞ്ഞാൽ നിശബ്ദതയിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിലുള്ള തൻ്റെ ഗൗരവം കളഞ്ഞ് കാശി ആ പഴയ നാരങ്ങ വിൽപ്പനക്കാരനായി മാറി. വിതുമ്പലോടെ അവൻ അദ്ദേഹത്തിൻ്റെ കാലുകൾ തൊട്ട് വന്ദിച്ചു. ജസ്റ്റിസ് വർമ്മ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കാശിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. സാർ, കാശിയുടെ ശബ്ദം ഇടറി. 10 വർഷം മുൻപ് ഇതേ മുറിയിൽ ഞാനൊരു കുറ്റവാളിയായി തല താഴ്ത്തി നിന്നിരുന്നു. അന്ന് നിങ്ങൾ എനിക്ക് തന്നത് വെറും ഒരു മോചനമല്ല, മറിച്ച് ഈ ജീവിതമാണ്. നിങ്ങൾ എനിക്ക് നൽകിയ ഈ ജീവിതം ഞാൻ ഒരിക്കലും പാഴാക്കില്ല. അന്ന് എനിക്ക് ലഭിച്ച നീതി ഇന്ന് മറ്റൊരാൾക്ക് നൽകാൻ എനിക്ക് സാധിച്ചു. അതിനേക്കാൾ വലിയൊരു പുണ്യം എനിക്കിനി നേടാനില്ല. കാശിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ജസ്റ്റിസ് വർമ്മയുടെ ഉള്ളം നിറഞ്ഞു. അദ്ദേഹം കാശിയെ ചേർത്ത് പിടിച്ചു. ഒരു പിതാവ് തൻ്റെ മകനെ ആലിംഗനം ചെയ്യുന്നത് പോലെ അദ്ദേഹം അവന് നെഞ്ചോട് ചേർത്തു. നിന്നെ ഒരു അഭിഭാഷകനാക്കി മാറ്റിയതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇപ്പോൾ. ആ കോടതിമുറി ഒരു വലിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ചതിയിലൂടെയും അഴിമതിയിലൂടെയും പണം സമ്പാദിക്കുന്നവർക്കിടയിൽ സത്യസന്ധത മുറുകെ പിടിച്ച് ഉയർന്നു വന്ന ഒരു യുവാവിൻ്റെ വിജയം. ജസ്റ്റിസ് വർമ്മയുടെ കണ്ണുകളിൽ ആനന്ദ കണ്ണുനീർ പൊടിഞ്ഞു. താൻ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് നൽകിയ ഏറ്റവും മികച്ച വിധിന്യായം കാശി എന്ന വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാശിയുടെ ജീവിതം അവിടെ അവസാനിച്ചില്ല, മറിച്ച് ഒരു വലിയ ദൗത്യത്തിന് തുടക്കമായിരുന്നു. കോടതിയുടെ പടവുകൾ ഇറങ്ങി കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി അവൻ്റെ കണ്ണുകളിൽ ഉടക്കിയത് ആ പഴയ പടവുകൾക്ക് താഴെയുള്ള ആ കാഴ്ചയിലാണ്. അവിടെ പണ്ട് താൻ നിന്നിരുന്ന അതേ സ്ഥാനത്ത് പഴകിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു ചെറിയ പയ്യൻ ആ പഴയ തടിമേശയ്ക്ക് പിന്നിൽ നിന്ന് നാരങ്ങവെള്ളം വിൽക്കുന്നു. പൊടി പിടിച്ച മുഖമാണെങ്കിലും ആ കണ്ണുകളിൽ, തൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന അതേ തിളക്കവും നിശ്ചയദാർഢ്യവും കാശി കണ്ടു. കാശി സാവധാനം ആ കുട്ടിയുടെ അടുത്തേക്ക് നടന്നു. അവൻ പതർന്ന കൈകളോടെ ഒരു ഗ്ലാസ് നാരങ്ങവെള്ളം കാശിക്ക് നേരെ നീട്ടി. അത് വാങ്ങി കുടിച്ച ശേഷം കാശി അവൻ്റെ തോളിൽ തട്ടി. നിന്റെ പേരെന്താണ്? ആ കുട്ടി കാശിയുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. ശരത് എന്നാണ് സാർ. കാശി കുറച്ചു നേരം ആ പയ്യനെ നോക്കി നിന്നു. തൻ്റെ ഭൂതകാലം ഒരു നിഴൽ പോലെ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ അവന് തോന്നി. കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പണ്ട് ജസ്റ്റിസ് വർമ്മ തൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചവുമായി വന്നതുപോലെ ഈ കുട്ടിയുടെ ജീവിതത്തിലും ഒരു മാറ്റത്തിൻ്റെ തുടക്കമാകാൻ കാശി തീരുമാനിച്ചു. ചരിത്രം അതിൻ്റെ ചക്രങ്ങൾ ഉരുട്ടി വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ എത്തിയിരിക്കുന്നു. തൻ്റെ ജീവിതം മാറ്റിമറിച്ച ജസ്റ്റിസ് വർമ്മ എന്ന മഹാമനുഷ്യൻ പണ്ട് തനിക്ക് നൽകിയ ആ തണൽ ഇനി മറ്റൊരാൾക്ക് നൽകേണ്ട സമയം അതിക്രമിച്ചു എന്ന തിരിച്ചറിവ് കാശിക്കുണ്ടായിരുന്നു. കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ പോരാ, ലോകത്തെ സ്നേഹിക്കാനുള്ള സംസ്കാരവും മറ്റുള്ളവരോട് കാണിക്കേണ്ട കനിവും കൂടി അവരെ പഠിപ്പിക്കണം. അറിവ് തലച്ചോറിനെ പ്രകാശിപ്പിക്കുമ്പോൾ കരുണയും സംസ്കാരവുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നത്.
ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും എന്നെ അറിയിക്കുമല്ലോ. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.